Hello friends, welcome to my English classroom. In this class, we are going to discuss about transformation from assertive to imperative. Calicut University BA English 3rd സെമസ്റ്ററിലെ മെയിൻ പേപ്പറായ ഇംഗ്ലീഷ് ഗ്രാമർ ആൻഡ് യൂസേജ് എന്ന പുസ്തകത്തിലെ 3ാമത്തെ മൊഡ്യൂളിലാണ് ഈ ടോപ്പിക് നമുക്ക് പഠിക്കാനുള്ളത്. ട്രാൻസ്ഫോർമേഷൻ ഫ്രം അസേർട്ടീവ് ടു ഇമ്പാരറ്റീവ്. അസേർട്ടീവ് സെൻറ്റൻസിൽ നിന്ന് എങ്ങനെ ഇമ്പാരറ്റീവ് സെൻറ്റൻസ് ആക്കി മാറ്റാം എന്നുള്ളതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. സോ വൺസ് അഗെയിൻ വെൽക്കം ടു മൈ ക്ലാസ് റൂം. എന്താണ് അസേർട്ടീവ് സെൻറ്റൻസുകളെന്നും ഇമ്പാരറ്റീവ് സെൻറ്റൻസുകളെന്നും നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ഒരു സ്റ്റേറ്റ്മെൻറ്റോ ഫാക്റ്റോ ആണ് അസേർട്ടീവ് സെൻറ്റൻസസ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെൻറ്റൻസസ്. സാധാരണ പ്ലെയിൻ സ്റ്റേറ്റ്മെൻറ്റുകളെയാണ് അസേർട്ടീവ് എന്ന് വിളിക്കുന്നത്. ഇമ്പാരറ്റീവ് എന്ന് പറയുന്നത് കമാൻഡോ റിക്വസ്റ്റോ ആണെന്ന് പറയാം. അതല്ലെങ്കിൽ ഒരു വിഷ്, പ്രെയർ, അഡ്വൈസ് എല്ലാം ഇമ്പാരറ്റീവ് സെൻറ്റൻസുകളെന്ന് പറയാറുണ്ട്. എന്നാൽ പ്രധാനമായും ഒരു കമാൻഡോ ഒരു റിക്വസ്റ്റിനെയോ ആണ് ഇമ്പാരറ്റീവ് സെൻറ്റൻസുകൾ എന്ന് പറയുന്നത്. ഏതെല്ലാം രീതിയിലാണ് ഒരു അസേർട്ടീവ് സെൻറ്റൻസിനെ ഇമ്പാരറ്റീവ് സെൻറ്റൻസ് ആക്കി മാറ്റുന്നത് എന്ന് നോക്കാം. ഫസ്റ്റ് കേസ്, യു പ്ലസ് ഓക്സിലറി വെർബ് പ്ലസ് വെർബ്. ഒരു സെൻറ്റൻസിനകത്ത് യു, അതിനുശേഷം ഓക്സിലറി വെർബ്, അതിനുശേഷം ഒരു വെർബ് എന്നിങ്ങനെയാണ് വരുന്നതെങ്കിൽ എക്സാമ്പിൾ നോക്കാം. യു ഷുഡ് ഒബേ ദ റൂൾസ്. നിയമങ്ങൾ നിങ്ങൾ പാലിക്കണം. യു ഷുഡ് ഒബേ ദ റൂൾസ്. കൃത്യമായിട്ട് കാണാം, ആദ്യം വരുന്നത് യു, അതിനുശേഷം ഷുഡ് എന്ന ഓക്സിലറി വെർബ്, ഒബേ എന്ന് പറയുന്ന വെർബ്, അതിന് ശേഷം ബാക്കിയുള്ള ഭാഗവും. എങ്ങനെയാണ് ഈ ഒരു അസേർട്ടീവ് സെൻറ്റൻസിനെ ഇമ്പാരറ്റീവ് ആക്കി മാറ്റുന്നത് എന്ന് നോക്കാം. വെർബ് പ്ലസ് എക്സ്ട്രാ. ഇമ്പാരറ്റീവ് ആക്കാൻ വളരെ എളുപ്പമാണ്. അസേർട്ടീവ് സെൻറ്റൻസിലെ വെർബിനെ മാത്രം എടുക്കുക, അതിന് ബാക്കിയുള്ള ഭാഗം മാത്രം എഴുതി ഇമ്പാരറ്റീവ് ആക്കുക. അതായത് യു ഷുഡ് ഒബേ ദ റൂൾസ് എന്ന സെൻറ്റൻസിനെ വെർബ് ഒബേ ആണ്, അതിനുശേഷമുള്ള ഭാഗം മാത്രം എഴുതുക. വെർബ് പ്ലസ് എക്സ്ട്രാ, ഒബേ ദ റൂൾസ്, നിയമങ്ങൾ പാലിക്കുക. അതൊരു കമാൻഡോ റിക്വസ്റ്റോ ആയി മാറി. ഇവിടെ ഒരു കമാൻഡിൻ്റെ സ്വഭാവമാണുള്ളത്. സോ ഇത്തരത്തിൽ യു ഓക്സിലറി വെർബ്, ഈ രീതിയിൽ വരുന്ന യു ഓക്സിലറി വെർബ് വെർബ് എന്ന രീതിയിൽ യു ഷുഡ് ഒബേ ദ റൂൾസ് എന്ന് വന്നാൽ നമുക്കതിനെ ഇമ്പാരറ്റീവ് ആക്കാൻ വളരെ എളുപ്പമാണ്. ഒബേ ദ റൂൾസ് വെർബും അതിനുശേഷമുള്ള ഭാഗവും എഴുതി കഴിഞ്ഞാൽ അതൊരു ഇമ്പാരറ്റീവ് സെൻറ്റൻസ് ആയി. നെക്സ്റ്റ് കേസ്, യു പ്ലസ് ഓക്സിലറി വെർബ് പ്ലസ് നോട്ട് പ്ലസ് വെർബ്. നേരത്തെ പറഞ്ഞതിൽ നിന്ന് ഇവിടെയുള്ള വ്യത്യാസം, ഇവിടെ ഓക്സിലറിക്ക് ശേഷം ഒരു നോട്ട് വരുന്നു എന്നുള്ളതാണ്. അതായത് ഇതൊരു നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. യു, അതിനുശേഷം ഒരു ഓക്സിലറി വരും, അതിനുശേഷം നോട്ട് എന്ന് വരും, അതിനുശേഷമായിരിക്കും വെർബ് വരിക. ഇത്തരം സെൻറ്റൻസുകളെ എങ്ങനെ മാറ്റാം? ഒരു എക്സാമ്പിൾ നോക്കൂ. യു ഷുഡ് നോട്ട് സ്പോയിൽ ദ ചൈൽഡ്. യു ഷുഡ് നോട്ട് സ്പോയിൽ ദ ചൈൽഡ്. ആ കുഞ്ഞിനെ നീ ചീത്തയാക്കരുത്, മോശമാക്കരുത്, അല്ലേ? യു എന്ന് പറഞ്ഞ് തുടങ്ങുന്നു, ഷുഡ് എന്ന് പറയുന്ന ഓക്സിലറി വെർബ്, അതിനുശേഷം നോട്ട് എന്ന പ്രയോഗം, അതിനുശേഷം വെർബായിട്ടുള്ള സ്പോയിൽ. യു ഷുഡ് നോട്ട് സ്പോയിൽ ദ ചൈൽഡ്. എങ്ങനെ ഇമ്പാരറ്റീവ് ആക്കുന്നു? ഡു പ്ലസ് നോട്ട് പ്ലസ് വെർബ്. ഇത്തരം സെൻറ്റൻസുകളെ ഡു ചേർക്കുക, അതിനുശേഷം നോട്ട് എന്ന് ചേർക്കുക, പിന്നീട് എന്താണോ സെൻറ്റൻസിലെ വെർബ് അത് അതുപോലെ എഴുതി ബാക്കി അതുപോലെ എഴുതുക. ഡു നോട്ട് സ്പോയിൽ ദ ചൈൽഡ്. യു ഷുഡ് നോട്ട് സ്പോയിൽ ദ ചൈൽഡ് എന്നുള്ളതിനെ ഡു നോട്ട് സ്പോയിൽ ദ ചൈൽഡ്, ഡു നോട്ട് എഴുതിയിട്ട് അതിലെ വെർബായിട്ടുള്ള സ്പോയിലിനെ എടുത്തെഴുതി ബാക്കി അതുപോലെ എഴുതുക. സോ ഡു നോട്ട് സ്പോയിൽ ദ ചൈൽഡ്. ഇങ്ങനെ നമുക്ക് ഈ അസേർട്ടീവ് സെൻറ്റൻസിനെ വളരെ സിമ്പിളായി ഇമ്പാരറ്റീവ് ആക്കി മാറ്റാം. ഒരു പ്ലെയിൻ സ്റ്റേറ്റ്മെൻറ്റിനെ ഒരു കമാൻഡോ റിക്വസ്റ്റോ ആക്കി മാറ്റാം. നെക്സ്റ്റ് കേസ്, യു പ്ലസ് ഷുഡ് പ്ലസ് നെവർ പ്ലസ് വെർബ്. ഒരു സെൻറ്റൻസിനകത്ത് യു എന്ന സബ്ജക്റ്റിൽ തുടങ്ങി, ഷുഡ് എന്ന ഓക്സിലറിയാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് വിചാരിക്കുക, നെവർ എന്ന സെൻറ്റൻസിനകത്തുണ്ട്, അതിനുശേഷം വെർബ്. ഇത്തരത്തിൽ യു ഷുഡ് നെവർ പ്ലസ് വെർബ് എന്ന രീതിയിൽ സെൻറ്റൻസ് വരികയാണെങ്കിൽ എങ്ങനെ മാറ്റാം? ഒരു എക്സാമ്പിൾ നോക്കിക്കോളൂ. യു ഷുഡ് നെവർ ബ്രേക്ക് ദ ട്രാഫിക് റൂൾസ്. യു ഷുഡ് നെവർ ബ്രേക്ക് ദ ട്രാഫിക് റൂൾസ് എന്നതിൽ യു ഉണ്ട്, ഷുഡ്, നെവർ, അതിനുശേഷം വെർബായി ബ്രേക്ക്.
ട്രാഫിക് നിയമങ്ങൾ നീ ലംഘിക്കാൻ പാടില്ല, അല്ലേ? ഇതൊരു സ്റ്റേറ്റ്മെൻറ്റാണ്, ഒരു പ്ലെയിൻ സ്റ്റേറ്റ്മെൻറ്റാണ്. നമുക്ക് എങ്ങനെ ഇതൊരു ഇമ്പാരറ്റീവ് സെൻറ്റൻസ്, ഒരു കമാൻഡോ റിക്വസ്റ്റോ ആക്കാം? ഇവിടെ കമാൻഡാക്കി മാറ്റാം. എങ്ങനെ? നെവർ പ്ലസ് വെർബ്. വളരെ എളുപ്പമാണ്. ഇത്തരത്തിലുള്ള സെൻറ്റൻസുകളെ നെവർ പ്ലസ് വെർബ്, അതിനുശേഷം വെർബിന് ശേഷമുള്ള ഭാഗം കൂടി എഴുതി ക്ലിയറായി നമുക്ക് എന്ത് ചെയ്യാം? ഇമ്പാരറ്റീവ് ആക്കി മാറ്റാം. എങ്ങനെ മാറ്റുന്നു നോക്കാം. നെവർ ബ്രേക്ക് ദ ട്രാഫിക് റൂൾസ്. നെവർ ബ്രേക്ക് ദ ട്രാഫിക് റൂൾസ്. നെവർ എന്ന് എഴുതി, ബ്രേക്ക് ആണല്ലോ നമ്മുടെ വെർബ്, ആ ബാക്കി ഭാഗം എഴുതുക. നെവർ ബ്രേക്ക് ദ ട്രാഫിക് റൂൾസ്. യു ഷുഡ് നെവർ ബ്രേക്ക് ദ ട്രാഫിക് റൂൾസ് എന്നുള്ളതിനെ നെവർ ബ്രേക്ക് ദ ട്രാഫിക് റൂൾസ് എന്നാക്കി എളുപ്പത്തിൽ നമുക്ക് ഇമ്പാരറ്റീവ് ആക്കി മാറ്റാം. അടുത്ത കേസ്, ഐ, വി, ഹി, ഷീ ഓർ നൗൺ. ഐയോ, വിയോ, ഹിയോ, ഷിയോ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേരോ ഒരു നൗണോ പ്ലസ് വെർബ്, അതിനുശേഷം ഒരു വെർബ് എന്ന രീതിയിലാണ് അസർട്ടീവ് സെൻറ്റൻസ് എങ്കിൽ, അങ്ങനെയാണ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് കിടക്കുന്നതെങ്കിൽ എങ്ങനെ മാറ്റാം? അതായത് നമ്മൾ സബ്ജക്റ്റായിട്ട് ഒന്നെങ്കിൽ ഐ ഉപയോഗിക്കാം, അല്ലെങ്കിൽ വി ആവാം, ഹി ആവാം, ഷീ ആവാം, അതല്ലെങ്കിൽ ഒരു നൗൺ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു പേരാവാം. ഇതിലേതെങ്കിലും ഒന്ന് പ്ലസ് വെർബ്, അതിനുശേഷം ഒരു വെർബ് എന്ന രീതിയിലാണ് വരുന്നതെങ്കിൽ എങ്ങനെ മാറ്റും? ഒരു എക്സാമ്പിൾ നോക്കാം. വി പ്ലേ ക്രിക്കറ്റ്. വി പ്ലേ ക്രിക്കറ്റ് എന്നുള്ളതിൽ വി ആണ് ഉപയോഗിച്ചിരിക്കുന്നത്, അതുകൊണ്ട് പ്ലസ് വെർബ് എന്ന രീതിയിൽ പ്ലേ ആണ് ഇവിടുത്തെ വെർബ്. ക്രിക്കറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒബ്ജക്റ്റ് ആണ്, അല്ലേ? വെർബിന് ശേഷമുള്ള ഭാഗമൊക്കെ അതുപോലെ എഴുതുന്നത് കൊണ്ട് നമ്മൾ അതിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നില്ല. വി പ്ലേ ക്രിക്കറ്റ് എന്നാണ് ഇവിടുത്തെ സെൻറ്റൻസ്. എങ്ങനെ മാറ്റും? ലെറ്റ് പ്ലസ് മീ ഓർ അസ് ഓർ ഹിം ഓർ ഹർ ഓർ ദം ഓർ നൗൺ പ്ലസ് വെർബ്. ഇങ്ങനെയാണ് മാറ്റുക. ലെറ്റ് എന്ന് എഴുതി തുടങ്ങുക, അതിനുശേഷം മീ, അസ്, ഹിം, ഹർ, ദം അല്ലെങ്കിൽ നൗൺ. അതായത് നമ്മൾ അസർട്ടീവ് സെൻറ്റൻസിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഏതാണോ, ഐ ആണെങ്കിൽ മീ, വി ആണെങ്കിൽ അസ്, ഹി ആണെങ്കിൽ ഹിം, ഷി ആണെങ്കിൽ ഹർ, അതുപോലെ നൗൺ ആണെങ്കിൽ നൗൺ തന്നെ, അല്ലെങ്കിൽ ദം എന്ന കേസ് വരുന്നുണ്ടെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാം. അത്തരത്തിൽ ഏതാണോ അസർട്ടീവിൽ അതിനനുസരിച്ചുള്ള പ്രയോഗം ഇമ്പാരറ്റീവിൽ ഉപയോഗിക്കുക. ലെറ്റ് പ്ലസ് മീ, അസ്, ഹിം, ഹർ, ദം, നൗൺ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചിട്ട് പ്ലസ് വെർബ്, അതിനുശേഷം എന്ത് ചെയ്യുക? വെർബ് യൂസ് ചെയ്യുക. എങ്ങനെ മാറ്റും നോക്കാം. വി പ്ലേ ക്രിക്കറ്റ് എന്നുള്ളതിനെ ലെറ്റ് അസ് പ്ലേ ക്രിക്കറ്റ് എന്നാക്കി മാറ്റി. ലെറ്റ് അസ് പ്ലേ ക്രിക്കറ്റ്. ലെറ്റ് എന്ന് ഉപയോഗിക്കുക, ഇവിടെ വി എന്ന് ഉപയോഗിച്ചുകൊണ്ട് അസ് എന്നാക്കി മാറ്റുന്നു. ലെറ്റ് അസ് പ്ലേ ക്രിക്കറ്റ്. ഇത്തരത്തിൽ സാധാരണമായി നമ്മൾ കാണുന്ന സബ്ജക്റ്റ് പ്ലസ് വെർബ് സെൻറ്റൻസുകളെ ലെറ്റ് എന്ന് ചേർത്ത് നമുക്ക് ഇമ്പാരറ്റീവാക്കി മാറ്റാം. അടുത്ത കേസ് നോക്കാം. ഐ, വി, ഹി, ഷീ, ദേ പ്ലസ് ഓക്സിലറി വെർബ്. ഇനി അടുത്ത കേസിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, ചെറിയ വ്യത്യാസം എന്ന് പറയുന്നത് ഇവിടെ ഓക്സിലറി വെർബാണ് വരുന്നതെങ്കിൽ, അതായത് സബ്ജക്റ്റിന് ശേഷം സബ്ജക്റ്റായി ഐയോ, വി, അല്ലെങ്കിൽ ഹി, അല്ലെങ്കിൽ ഷീ, അല്ലെങ്കിൽ ദേ ഏതുമാവാം. സബ്ജക്റ്റ് പ്ലസ് ഇത്തരത്തിൽ ഓക്സിലറി, ഒരു ഓക്സിലറി വെർബാണ് വരുന്നത് എന്ന് വിചാരിക്കുക. ഒരു എക്സാമ്പിൾ നോക്കാം. ഐ ഡു നോട്ട് ഡു ഇറ്റ്. ഐ ഡു നോട്ട് ഡു ഇറ്റ്, ഞാനത് ചെയ്തിട്ടില്ല, അല്ലേ? ഐ ഡു നോട്ട് ഡു ഇറ്റ്. എങ്ങനെയാണ് ഇതിനെ ഇമ്പാരറ്റീവ് ആക്കുന്നത് നോക്കാം. ലെറ്റ് പ്ലസ് മീ ഓർ അസ് ഓർ ഹിം ഓർ ഹർ ഓർ ദം പ്ലസ് നോട്ട് പ്ലസ് വെർബ്. എങ്ങനെയാണ് മാറ്റുന്നത്? ലെറ്റ് എന്ന് ചേർത്തിട്ട് തന്നെയാണ് ഇവിടെയും ആരംഭിക്കേണ്ടത്. ലെറ്റ് പ്ലസ്, ലെറ്റ് കഴിഞ്ഞതിന് ശേഷം മീ അല്ലെങ്കിൽ അസ് അല്ലെങ്കിൽ ഹിം അല്ലെങ്കിൽ ഹർ അല്ലെങ്കിൽ ദം, ഏതിനനുസരിച്ചാണ്? നമ്മുടെ അസർട്ടീവ് സെൻറ്റൻസിൽ ഏതാണോ ഉപയോഗിച്ചിരിക്കുന്നത് അതിനനുസരിച്ച് ഇവിടെ എന്ത് ചെയ്യുക? മാറ്റി ഉപയോഗിക്കുക. ഐ ആണെങ്കിൽ മീ, അല്ലേ? വി ആണെങ്കിൽ അസ്, ഹി ആണെങ്കിൽ ഹിം, ഷി ആണെങ്കിൽ ഹർ, അതുപോലെ ദേ ആണെങ്കിൽ ദം. ഏതാണോ അതിനനുസരിച്ച് കൃത്യമായി ഉപയോഗിക്കുക. ലെറ്റ് പ്ലസ് ഇത്തരത്തിൽ ഏതാണോ സബ്ജക്റ്റ് അത് ഉപയോഗിച്ചതിന് ശേഷം പ്ലസ് നോട്ട് പ്ലസ് വെർബ്. നോട്ട് എന്ന് ചേർക്കുക, അതിനുശേഷമായിരിക്കണം വെർബ് വരേണ്ടത്. അതായത് അസർട്ടീവ് സെൻറ്റൻസ് ആയ ഐ ഡു നോട്ട് ഡു ഇറ്റ് എന്നുള്ളതിനെ ലെറ്റ് മീ നോട്ട് ഡു ഇറ്റ് എന്നാക്കി മാറ്റാം. ലെറ്റ് മീ നോട്ട് ഡു ഇറ്റ്. ലെറ്റ് എന്ന് ചേർത്ത് മീ. എന്തുകൊണ്ടാണ് മീ വന്നത്? നമ്മുടെ അസർട്ടീവ് സെൻറ്റൻസിൽ ഐ എന്നായിരുന്നു, അതുകൊണ്ട് ഇവിടെ മീ. നോട്ട് എന്ന് ചേർക്കുക, അതിനുശേഷം ഓക്സിലറി വെർബായിട്ടുള്ള ഡു ചേർക്കുക. നമ്മുടെ അസർട്ടീവ് സെൻറ്റൻസിലെ ഓക്സിലറി ആയിരുന്നു, മാത്രമല്ല അവിടുത്തെ മെയിൻ വെർബുമാണ്, അല്ലേ? അവിടെ ഡു എന്ന് ചേർക്കുക.
ഇറ്റ്. ലെറ്റ് മീ നോട്ട് ഡു ഇറ്റ്. അവസാനത്തെ കേസും കൂടെ നോക്കാം. നൗൺ പ്ലസ് ഓക്സിലറി വെർബ് പ്ലസ് നോട്ട് പ്ലസ് വെർബ്. ഇനി ഇത്തരം ഒരു കേസാണ് വരുന്നതെങ്കിൽ എങ്ങനെ മാറ്റും? നൗൺ, അതിനുശേഷം ഓക്സിലറി വെർബ്, അതിനുശേഷം നോട്ട്, അതിനുശേഷം വെർബ് എന്ന രീതിയിലാണെങ്കിൽ, ഷീ ഡസ് നോട്ട് സിങ് ദ സോങ്. അവൾ പാട്ട് പാടിയില്ല. ഷീ ഡസ് നോട്ട് സിങ് ദ സോങ് അല്ലേ? ഷീ എന്ന് പറയുന്ന നൗണ്, അതൊരു പ്രോനൗൺ ആണ് ഇവിടെ. ഡസ് എന്ന് പറയുന്ന ഓക്സിലറി, നോട്ട്, അതിനുശേഷം സിങ് എന്ന് പറയുന്ന വെർബ്. കൃത്യമായി ഇത്തരത്തിൽ നൗണ്, ഓക്സിലറി വെർബ്, നോട്ട്, വെർബ് എന്ന രീതിയിലാണ് ഈ സെൻറ്റൻസ് എഴുതിയിരിക്കുന്നത് അല്ലേ? ഇതിനെ എങ്ങനെ മാറ്റും? ലെറ്റ് നോട്ട് പ്ലസ് നൗൺ പ്ലസ് വെർബ്. ഇത്തരം കേസിലുള്ള സെൻറ്റൻസുകളെ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ലെറ്റ് നോട്ട് എന്ന പ്രയോഗത്തിലാണ്. ലെറ്റ് നോട്ട് പ്ലസ് നൗൺ പ്ലസ് വെർബ്. എങ്ങനെയാണ് മാറ്റുന്നത് നോക്കാം. ലെറ്റ് നോട്ട് ഷീ സിങ് ദ സോങ്. ലെറ്റ് നോട്ട് എന്ന പ്രയോഗം, അതിനുശേഷം സെൻറ്റൻസിലെ നൗണായിട്ടുള്ള ഷീയെ അതുപോലെ ഉപയോഗിക്കുന്നു. അതിനുശേഷം വെർബ് സിങ്. ലെറ്റ് നോട്ട് ഷീ സിങ് ദ സോങ്. ഇങ്ങനെ നൗൺ, ഓക്സിലറി, നോട്ട്, വെർബ് എന്ന രീതിയിൽ വരുന്ന അസേർട്ടീവ് സെൻറ്റൻസുകളെ നമുക്ക് ലെറ്റ് നോട്ട് എന്ന് ചേർത്ത് ഇംപാരറ്റീവ് ആക്കി മാറ്റാം. ഈ വ്യത്യസ്തങ്ങളായ രീതിയിലാണ് അസേർട്ടീവ് സെൻറ്റൻസുകളെ ഇംപാരറ്റീവ് ആക്കി മാറ്റുന്നത്. ഓരോ സെൻറ്റൻസുകളുടെയും സ്ട്രക്ചറുകളൊക്കെ കേൾക്കുമ്പോൾ വളരെ കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നിയേക്കാം. എന്നാൽ ഇതെല്ലാം സാധാരണമായി ഇംഗ്ലീഷിൽ കാണുന്ന അസേർട്ടീവ് രീതിയിലുള്ള സെൻറ്റൻസുകളാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും കേട്ട് ഇതിനെ എങ്ങനെയെല്ലാമാണ് ഇംപാരറ്റീവിലേക്ക് മാറ്റുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ ശ്രമിക്കുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.